നമസ്കാരം. നമസ്കാരം. VM സുധീരൻ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പറഞ്ഞ മുടിചൂടാമന്നൻ എന്ന പോലെ എല്ലാ കാര്യത്തിലും പ്രത്യേക നിലപാടെടുക്കും. പലപ്പോഴും UDF ഉമ്മൻചാണ്ടി കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും പല കാര്യങ്ങൾ പല സന്ദർഭങ്ങളിൽ പല നിമിഷങ്ങളിൽ UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാടിലൂടെ നമ്മൾക്ക് പലതരത്തിലുള്ള യോജിപ്പുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ എല്ലാ പാർട്ടി നേതാക്കന്മാരും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമ്പോൾ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാണ്ട് അതിനെതിരെ ശക്തമായി പോരാടിയ, മുഖ്യമന്ത്രിക്ക് പലവട്ടം നിവേദനം കൊടുത്ത, ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുത്ത, പാർട്ടി സെക്രട്ടറിയെ പോയി കാണുന്ന പല പ്രക്രിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട്. അപ്പോൾ ഒരു വശത്ത് നല്ല വശമുണ്ട്, മറുവശത്ത് VM സുധീരൻ തന്നെ പാർട്ടിയെ ഇല്ലാണ്ടാക്കുന്ന പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും പല ചാനൽ ചർച്ചകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഒരു പരിധി വരെ ഉമ്മൻചാണ്ടി താഴെ ഇറക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് VM സുധീരൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല അതിൻ്റെ അന്തർലീനമായ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി താഴെ ഇറക്കിയത് അദ്ദേഹമാണെന്ന് പറയുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ VD സതീശൻ്റെ കാര്യം പറയുമ്പോൾ VD സതീശന് മുഖ്യമന്ത്രിയാവാനും ഈ പറഞ്ഞ പോലെ അഹോരാത്രം പ്രയത്നിച്ച് AICCക്ക് മുമ്പിൽ കൃത്യമായ നിലപാടെടുത്ത നേതാവ് കൂടിയായിരുന്നു ഈ പറഞ്ഞ പോലെ VM സുധീരൻ. പക്ഷേ അതേ VM സുധീരൻ തന്നെ ഇപ്പോൾ VD സതീശനെതിരെ തിരിയുന്നു. ഈ നമുക്കറിയാം പ്ലീഡർ സമുദായം ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ വക്കീലന്മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ സ്വാഭാവികമായിട്ടും സതീശൻ കയറ്റിയ ആളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ നടക്കുന്നത് സംഘി അല്ലെങ്കിൽ BJP ചായവുള്ള ആളുകളാണെന്ന് അലോഷ്യസ് സേവ്യറിനെ പോലത്തെ ആൾക്കാർ പരസ്യമായി പറയുന്നു. അലോഷ്യസ് സേവ്യർ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനൊരു പാർട്ടി നേതാവ് എന്നുള്ള ഞാൻ ആദ്യം പറയേണ്ടത് ഈ പറഞ്ഞ പോലെ ആദ്യം അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് പറയാൻ എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം കേസ് കൊടുക്കേണ്ടത്, പരാതി അറിയിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ KPCC എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്, അവിടെ പറയണം. ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ AICC ഉണ്ട് ഇവർക്ക്. അപ്പം ഇങ്ങനെ പറയേണ്ട അലോഷ്യസ് സേവ്യർ കൃത്യമായി പരസ്യമായി സതീശനൊരു സ്കൂളിൽ ഇന്നലെ എറണാകുളത്ത് വരുന്നു, അവിടെ പോയിട്ട് പരാതി കണ്ട ആളുകൾക്ക് മുമ്പിൽ പറയാൻ നിൽക്കുന്നു. അപ്പം ഈ സാധനം എന്താ പറയുക, വഷളാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അലോഷ്യസ് സേവ്യറിന് എന്നുള്ളത് എനിക്ക് സാധനം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷേ അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി ഒരു സ്റ്റേജിൽ കയറ്റി എന്താ പറയുക പരസ്യമായി സപ്പോർട്ട് കൊടുക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെ തന്നെ വേണം, KSUവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൃത്യമായ നിലപാടുകൾ പറയണം, എല്ലാവരും അത് അംഗീകരിച്ചോളണമെന്നില്ല, പക്ഷേ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ അലോഷ്യസിന് ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് കൊടുക്കുന്നത് VM സുധീരൻ. എന്താണ് യഥാർത്ഥത്തിൽ VM സുധീരൻ്റെ ലക്ഷ്യം എനിക്കറിയില്ല. KSUവിനെ തമ്മിലടിപ്പിക്കുക എന്നൊന്നും അറിയില്ല. കാരണം അലോഷ്യസ് സേവ്യറിനെതിരെ പരസ്യമായിട്ട് മറ്റു പല KSU നേതാക്കന്മാരും സംസ്ഥാന KSU നേതാക്കന്മാരൊക്കെ പരസ്യമായി രംഗത്ത് വരുന്നു. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിലും പരസ്യമായി പ്രശ്നം രംഗത്ത് വരുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തല ഇവരും രംഗത്ത് പല രീതിയിൽ കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറുന്നൊരു സമ്പ്രദായം കാണുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ എങ്ങനെയാണ് സാർ വീക്ഷിക്കുന്നത്? ഫവാസെ, ഇത് പണ്ട് നമ്മൾ ഈ യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, 5 അപ്പം കൊണ്ട് 5000 സംതൃപ്തനാക്കി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വിപുലമായ സംഘടനയ്ക്ക് ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് അധികാരം കിട്ടുന്നത്. 2026 അധികാരം കിട്ടിയവർ തിരിച്ച് വരുമ്പോൾ നമ്മളെല്ലാവരും കണക്കാക്കി കൂടുതൽ അച്ചടക്കത്തോടു കൂടി സംയമനത്തോടു കൂടി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും, ഭരണം സുഗമമായ രീതിയിൽ കൊണ്ടുപോകാൻ പാർട്ടി ഒറ്റക്കെട്ടായി വർത്തിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചനകൾ നടക്കുമ്പോൾ മുതൽ, അതായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അതിലടി നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ വെടിപൊട്ടിച്ചത് K. സുധാകരനാണ്. തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണം എന്ന് പറഞ്ഞ് പ്രശ്നമായി. പിന്നീട് അതൊരു തരത്തിൽ പരിഹരിക്കപ്പെട്ടു, തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നു. 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുപ്പ് അധികാരത്തിലേക്ക് ഉള്ള മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി എത്തിയപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചർച്ചയിൽ വഴിമുട്ടി. അങ്ങനെ കുറച്ച് ദിവസം പോയി. ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചർച്ചയിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ നേർക്ക് നേർ മത്സരമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർ തമ്മിൽ സംഘടനയിൽ ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, സ്വാധീനമുള്ള ആളുകളാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ MLA-മാരുടെ കൈ തനിക്ക് വേണ്ടി പൊക്കും എന്നുള്ള ഉറപ്പുമായിട്ട് വരുന്നുണ്ടായി. അപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളായി. പിന്നീട് അതും ഒരു പരിധിവരെ ഒതുക്കി തീർത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ മദ്യനയത്തെ ചൊല്ലി വീണ്ടും പ്രശ്നമായി. പിന്നീട് വിഴിഞ്ഞം ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ വിഷയമായി. അപ്പോൾ ഇവിടെയൊക്കെ VM സുധീരൻ എന്ന് പറഞ്ഞ നേതാവ് സമഗ്രമായ രീതിയിൽ സ്തുത്യർഹമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഇനി VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി AICC, അതായത് ഹൈക്കമാൻഡ്, ഈ ഹൈക്കമാൻഡ് അവിടെ നിന്ന് കേരളത്തിലെ കുറേ ആളുകളെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അതായത് ഇവിടുന്ന് പല ആളുകളും അങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ചു പോയി. ഇവർ 3-4 പേരുള്ളൂ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംഭവം. അവർ 4 പേര് ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരെല്ലാവരെയും കണ്ട് കൃത്യമായി ചർച്ച നടത്തി പോകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ എന്താണ് വർഷം കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സമ്പ്രദായം ഹിന്ദു വിശ്വാസികളുടെ ഇടയിലുണ്ട്, അയ്യപ്പ വിശ്വാസികളുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് വിളിക്കുമ്പോൾ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് ഓടിച്ചെന്നോളം തിരുമുഖം കാണിച്ചുകൊള്ളണം. അതെന്തുമാട്ടെ അവരുടെ അഭ്യന്തര കാര്യം. അങ്ങനെ ഒരു വേള സുധീരനെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുധീരൻ കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള ചിത്രം അവിടെ ധരിപ്പിച്ചു. അത് വി ഡി സതീശന് വേണ്ടി പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ തത്വത്തിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ വി ഡി സതീശനല്ല അന്നത്തെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ പാർട്ടിയിൽ വലിയ ഭിന്നിപ്പുണ്ടാവും, ധ്രുവീകരണം ഉണ്ടാകും എന്നുള്ള യഥാർത്ഥ വസ്തുത കേരളത്തിൽ അന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വസ്തുത ഹൈക്കമാൻഡിനെ സുധീരൻ ധരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അത് വി ഡി സതീശന് അനുകൂലമായി വന്നു. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ താല്പര്യപ്രകാരം വേണുഗോപാലിനെയോ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് പിന്നെ ഒരു കാരണവശാലും തിരിച്ചു വരാനുള്ളൊരു അവസരം പോലും ഉണ്ടാവില്ല എന്നുള്ളത് സുധീരൻ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കാര്യം. എന്നാലിപ്പോൾ ഫവാസ് ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അലോഷ്യസ് സേവർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഒരു അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന് കാണാനൊരു അവസരം കൊടുത്തു. ഈ അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനന്ന് കന്യാകുമാരിക്ക് പോവാണ്, വേറെ ഒരു അവസരത്തിൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ വേറൊരു അവസരത്തിൽ പറ്റുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും കൂടിയും സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയമായിരിക്കണമല്ലോ. വെറുതെ വഴിയിൽ നിന്ന് കണ്ടാൽ മതിയെങ്കിൽ സമയം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വഴിയിൽ നിന്ന് കണ്ടാൽ മതി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഇന്നലെ മുഖ്യമന്ത്രി എറണാകുളത്ത് വന്നപ്പോൾ അവിടെ പോയി നിന്നത്. മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഒരു ചടങ്ങിന് വരുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നു? മുഖ്യമന്ത്രി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരുന്ന ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ പൊതു ചടങ്ങിൽ വെച്ച് അലോഷിക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള കാര്യമായിരുന്നെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് ABVPക്കോ അല്ലെങ്കിൽ CPMൻ്റെ ചായ്വുള്ള ആളുകൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ഈ പ്ലീഡർ സ്ഥാനത്തേക്ക് വന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ വി ഡി സതീശൻ പറഞ്ഞൊരു നിലപാട്, അദ്ദേഹം പറഞ്ഞത് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ലോ കോളേജിൻ്റെ യൂണിയൻ അല്ലാതെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആ കാര്യത്തിലൊരു അപാകം തോന്നിയെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയാൻ സമയം കിട്ടിയില്ല, സന്ദർഭം അനുവദിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും KPCCയെ സമീപിക്കാമല്ലോ. പാർട്ടി തലത്തിൽ ഇപ്പോൾ KSU എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഘടനയിലൂടെ പ്രവർത്തിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ KSUവിന് ന്യായമായിട്ടുള്ള ഒരു പരാതിയാണെങ്കിൽ അത് ആദ്യം ബോധിപ്പിക്കേണ്ടത് എവിടെയാണ്? അത് KPCC ബോധിപ്പിക്കണം. KPCC ബോധിപ്പിച്ചിട്ടില്ല. ഇന്നാണ് അലോഷ്യസ് KPCCക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ പ്ലീഡർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മുടെ സ്വരം എന്താണ് ഫ്രീ സ്പീച്ചിനുള്ള അധികാരം, അർഹത ജനാധിപത്യത്തിലുണ്ട്. തീർച്ചയായും അത് വിനിയോഗിക്കുക തന്നെ വേണം. ആർക്കെതിരെയാണെങ്കിലും ഏത് നിലപാടുകൾക്കെതിരെയാണെങ്കിലും നമുക്ക് നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അത് പറയണം എന്നുണ്ടെങ്കിൽ പറയേണ്ട ഫോറങ്ങളുണ്ടല്ലോ, അതിനുള്ള അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ സാധനങ്ങളെല്ലാം കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ കണ്ട് പഠിക്കേണ്ടത് CPMൽ നിന്നാണ്. തീർച്ചയായും. കാരണം ഈ പറഞ്ഞ പോലെ എവിടെ പരസ്യമായിട്ട് നമുക്ക് പല തരത്തിലെ വിയോജിപ്പുണ്ടാകും, പക്ഷെ അത് പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മുഖത്ത് കരിവാശി തേക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അലോഷ്യസ് സേവ്യറിനെ പോലത്തെ നേതാക്കന്മാർ സാമാന്യ ബോധ്യം വേണമെന്നില്ല. ഒരു ചെറിയ കുട്ടിക്ക് അറിയാം ഇത് എവിടെ പറയാൻ പറ്റും എവിടെ പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ വളരെ ക്ലിയറാണ്. അദ്ദേഹം പരസ്യമായി വി ഡി സതീശനെ എന്താ പറയുക ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഇമേജ് കെടുത്തുക എന്നുള്ള സാധനം അവിടെ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. കാരണം അവിടെ പറയേണ്ട കാര്യമില്ലത്. അവിടെ ഈ പറഞ്ഞ പോലെ കോളേജിൻ്റെ പ്രോഗ്രാമിന് വന്നതിന് ശേഷം അവിടുന്ന് കാണണം എന്ന് പറയുന്നു, അവിടുന്ന് വി ഡി സതീശൻ മെയിൻറ്റ് പോലും ചെയ്യാണ്ട് പോകുന്നു. അത് സതീശൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഞാൻ ആ കാര്യത്തോട് യോജിക്കുന്നു. കാരണം അവിടെ പറയേണ്ട കാര്യമില്ലത്, ബാക്കിയുള്ളവരെല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്. പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞു തീർക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ പാർട്ടി KPCC ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് യൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ, അവിടെ ഇവർ എന്താ പറയുക ഈ KSUകാരാണല്ലോ, അതിലും കുറച്ച് മുകളിൽ തലമുതിർന്ന നേതാക്കാരായ യൂത്ത് കോൺഗ്രസ് ഉണ്ട് അവിടെ. അവരോട് പറയാം ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ അത് ജില്ലാ കമ്മിറ്റി ഉണ്ടാവും, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് KPCC കമ്മിറ്റി ഉണ്ട്. അല്ല ഫവാസെ, ഞാൻ പറഞ്ഞു വരുന്നു. ഇപ്പോൾ എനിക്ക് ഫവാസിനോട് കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ഒന്നുകിൽ ഫവാസിനെ നേരിൽ സംസാരിക്കും, ഫോണിൽ വിളിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ നേരെ ചെന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലല്ലല്ലോ എനിക്ക് ഫവാസിനോട് പറയാനുള്ള കാര്യം പറയുക. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില ഫോറങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ അലോഷ്യസിന് സാധിച്ചില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഇനിയിപ്പോൾ VM സുധീരനിലേക്ക് വരാം.
കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ VM സുധീരന് പ്രതികരിക്കാൻ യാതൊരു വിഷയങ്ങളുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഈ VD സതീശൻ എന്ന സർക്കാരിൻ്റെ ഓരോരോ നയങ്ങൾ എണ്ണി എടുത്തുകൊണ്ട് VM സുധീരൻ രാവിലെ കലണ്ടർ എടുത്ത് വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന പ്രതികരണം, ഇന്ന ദിവസം ഇന്ന പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ സർക്കാരിനെതിരെ ആദർശങ്ങളുമായി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ VM സുധീരൻ എന്ന നേതാവ് വളരെ സംതൃപ്തനായിരുന്നു എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു ആരോപണം പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് VM സുധീരൻ എവിടെയെങ്കിലും പറയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെൻ്റെ ശ്രദ്ധ കുറവാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, പ്രവാസി ക്ഷമിക്കുക, ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ ഈ VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന മദ്യനയത്തിനെതിരെ ബക്കാടി എന്നുള്ള മദ്യം വരെ കേരളത്തിൽ വിളമ്പുന്നതിന് ആദ്യം വേണ്ടി ആ ബക്കാടി കമ്പനിയായിട്ട് സംസാരിച്ചത് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MP ഗോവിന്ദനായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നടപ്പാക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ രേഖകൾ സഹിതമാണ് നിയമസഭയിൽ VD സതീശൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. പിണറായി വിജയൻ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. മാത്രമല്ല എത്രയെത്ര വിഷയങ്ങൾ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് VM സുധീരൻ എവിടെയെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റിയോ? രാഷ്ട്രീയം മാറ്റിവെക്കുക. ഈ നമ്മളുടെ അമ്മമാർ, പെങ്ങന്മാർ 60 വയസ്സും 55 വയസ്സൊക്കെ ഉള്ള പെങ്ങന്മാരാണ് ദിവസം 300 രൂപ പോലും കൂലി കിട്ടാത്തതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റ് നടയിൽ വർഷങ്ങളോളം അവർ ഒരു വർഷത്തിലധികമാണ് അവർ പൊരി വെയിലത്തും പെരുമഴയത്തും നിന്ന് സമരം ചെയ്തത്. അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോൾ മഴക്കൂട്ടും തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തു. ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ കണ്ടാൽ പോലും അത് വലിയൊരു കാര്യമല്ലേ. എനിക്ക് സുരേഷ് ഗോപിയുടെ പാർട്ടിയുടെ ഐഡിയോളജി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ സാമീപ്യം കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യം കൊണ്ടോ അല്ല ഞാനിത് പറയണത്. മാനുഷികമായ പരിഗണന ആരും കാണിക്കാതിരുന്നുകൊണ്ട് അത് പാർട്ടി സിദ്ധാന്തങ്ങൾക്കെതിരാണെന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞ് ശരിയാവണം എങ്ങനെയാണ്? അപ്പോൾ ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തെക്കേ വഴിയിലൂടെ നടന്നു പോകണം പിണറായി വിജയൻ ഒരിക്കലെങ്കിലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാമായിരുന്നില്ലേ എന്ന് എപ്പോഴെങ്കിലും VM സുധീരൻ പറഞ്ഞോ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്ന രീതിയിൽ കോൺഗ്രസ്സുകാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു സെക്രട്ടേറിയറ്റ് വിരോധം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ട് VM സുധീരന് സാധിച്ചില്ല? അപ്പം ഇപ്പോൾ ഈ KK മഹേഷിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് VM സുധീരൻ രംഗത്ത് വന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ വെള്ളാപ്പള്ളി നടേശനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ PM സുധീരനെ ആലപ്പുഴയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ, അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കെട്ടുകെട്ടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചാണ് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ UDFൻ്റെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു പണി കൊടുക്കാൻ വേണ്ടി VM സുധീരൻ ആ ഒരു കേസ് കുത്തിപ്പൊക്കി വന്നു എന്ന് വേണം ഞാൻ ആ ആദർശത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. പിന്നെ ഈ എന്താണ് മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ ഒരു അമ്മായിമ്മയുടെ ചരിത്രം കേരളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭരണം പോയാലും വേണ്ടില്ല, നമുക്ക് ആദർശമാണ് വലുതെന്ന് പറയുമ്പോൾ അത് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണെന്നേ. പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്, പൊതുജന സേവകരാണ് ഈ പൊതുപ്രവർത്തകരെല്ലാവരും. അപ്പോൾ നല്ല ഭരണം കാഴ്ചവെക്കുന്ന ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്, ക്രിയാത്മകമായ പ്രതിപക്ഷം ആവശ്യമുണ്ട്. പക്ഷേ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കേവലം 2 മാസം മാത്രമാണ് പിന്നിടുന്നത്. ഒരു 6 മാസം സമയമെങ്കിലും അവർക്കൊന്ന് ഇരിക്കാനോ സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കാനൊക്കെ ഉള്ളൊരു സമയം കൊടുത്തിട്ട് ഒരു വിമർശനാത്മകമായ നടപടിയിലേക്ക് നീങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ VM സുധീരൻ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്നുള്ള രീതിയിലുള്ള ബഹുമാനവും ആദരവൊക്കെ നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ VM സുധീരന് ഒന്നിന് പുറകെ ഒന്ന് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇനിയിപ്പോൾ ഈ അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിലാണെന്ന് എൻ്റെ ഓർമ്മ. വിളിച്ച് അഭിനന്ദിക്കുന്നു, നല്ല കാര്യം. പക്ഷേ എന്താണ് അലോഷ്യസ് സേവ്യറിൻ്റെ പ്രശ്നം? എന്താണ് അലോഷ്യസ് സേവ്യർ KPCCയിൽ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് VM സുധീരൻ ചോദിച്ചിട്ടുണ്ടോ? ഇനി അതൊക്കെ മാറ്റിവെക്കൂ. KPCCക്ക് ഇപ്പോൾ ആരാണ് നാഥനായിട്ടുള്ളത്? സണ്ണി ജോസഫാണ് KPCCയുടെ പ്രസിഡന്റ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് 2 പദവി പാടില്ല എന്നുള്ളൊരു കാര്യം നിലവിലുണ്ടായിരുന്നിട്ടും VM സുധീരൻ KPCCക്ക് ഒരു പ്രസിഡന്റ് വേണം, മന്ത്രിയായിരിക്കുന്ന ആൾ ആ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണം, പുതിയൊരു KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പാർട്ടിയിലൊരു പ്രക്ഷോഭം ഉണ്ടാക്കുന്നില്ല? യഥാർത്ഥത്തിൽ ആദർശം പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ ആദ്യം പാർട്ടിയുടെ അടിത്തറ തയ്യാറാക്കി എടുക്കണ്ടേ? ഇപ്പം എന്തുകൊണ്ടാണ് അലോഷ്യസ് സേവ്യറിനടക്കം ഒരു പാർട്ടി ഫോറങ്ങളിൽ സംസാരിക്കാൻ വേദിയില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ KPCCക്ക് ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പോൾ VM സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കണ്ടേ?
ഇപ്പോൾ ഈ അലോഷ്യസിന് മാത്രമല്ല വേറെ ആർക്കെങ്കിലും ഒരു പരാതി കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടെങ്കിൽ എവിടെ കൊണ്ടേ പരാതി കൊടുക്കും? ആർക്ക് പരാതി കൊടുക്കും? KPCC പ്രസിഡന്റ് എവിടെയാണ്? അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഭാരിച്ച ജോലികളുണ്ട്, അത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുക? അതിന് ഉത്തരം തേടി ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലാണ്. എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയും ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അലോഷ്യസ് സേവ്യറിന് ഈ പ്രശ്നം ഉന്നയിച്ച പോരായിരുന്നോ? അല്ല എന്നുണ്ടെങ്കിൽ VM സുധീരന് അലോഷ്യസ് സേവ്യറിനെ ഈ പരസ്യമായിട്ട് വേദിയിൽ വിളിച്ച് അഭിനന്ദിക്കുന്നതിന് മുമ്പ് എന്താണെന്ന് അവിടുത്തെ പ്രശ്നം ചോദിച്ചറിയാമായിരുന്നില്ലേ? അപ്പോൾ സർക്കാരിന് വിഘാതമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പഴയ സുരേഷ് ഗോപി സിനിമയിലൊക്കെ കാണുന്നത് പോലെ നേരിട്ട് എവിടെ അനീതി നടക്കുന്നുണ്ട് അവിടെ ഓടിക്കയറി വന്ന് എതിരാളികളെ ഇടിച്ചു വീഴ്ത്തുന്നതാണ് അവിടുത്തെ ആദർശം, നീതി എന്നൊക്കെ പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ നമുക്ക് അങ്ങനെ സ്ഥൂലമായി നോക്കിക്കാണാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു VM സുനിൽ സാറ് പറഞ്ഞ പോലെ ഇത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്താകുമ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ അന്ന് കൊണ്ടുവരാണ്ടായിരുന്നു. അതാണ് ഞാൻ ഫവാസ് പറഞ്ഞ ഇടയിൽ കയറി സംസാരിക്കുകയല്ല. ഞാനൊരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഞാൻ എൻ്റെ ശ്രദ്ധക്കുറവാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഫവാസിൻ്റെ ശ്രദ്ധയിൽ VM സുധീരൻ അദ്ദേഹം പൂർണ്ണമായിട്ട് സാറ് പറഞ്ഞ പോലെ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും ആരും അറിയില്ലായിരുന്നു. എപ്പോഴെങ്കിലും എല്ലാ കോൺഗ്രസിൻ്റെ ലീഡർ മീറ്റിങ്ങോ അവരുടേതായ സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങോ ചേരുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉദ്യോഗ നേതാവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് പത്രമാധ്യമങ്ങൾ കേൾക്കാറുണ്ട് എന്നല്ലാണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അന്നത്തെ ഗവൺമെൻറ്റിനെതിരെ രൂക്ഷമായ വിമർശനത്തിന് രംഗത്ത് വരുന്നു ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ തിരുത്തൽവാദി മാത്രമാണ്. അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ അന്ന് CPM ഭരിക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് കണ്ണടച്ചും കണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ശ്വാസം വിടാനും കൂടി സമയം കൊടുക്കുന്നില്ല. ഭരണത്തിൽ ഏറി 2 മാസം തികയുന്നേ ഉള്ളൂ. അപ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഇത്ര വലിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ നിലപാട് പറയുന്നുണ്ടെങ്കിൽ, കാര്യങ്ങളെല്ലാം കൃത്യമായി പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായി ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആദ്യം നിലപാടെടുക്കണമായിരുന്നു. KPCC മൊത്തം അഴിച്ചു പണിയാണെന്ന് പറഞ്ഞിട്ട് കാലങ്ങൾ കുറേ ഇന്നേ വരെ ചെയ്തിട്ടില്ല ഈ കാര്യം. നായികക്ക് 40 അവർ പറയും KPCC മൊത്തം പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി. KPCCയിലെ 1-2 നേതാക്കന്മാരും മാറ്റിയിട്ട് ബാക്കി അവിടെ തന്നെ വെക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ബാക്കി എല്ലാവരും തെറ്റിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ KPCC പുനഃസംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ KPCC പുനഃസംഘടന ഒരു ഭാഗത്തുണ്ട്. KPCC പ്രസിഡന്റ് മാറ്റിയിട്ട്, കാരണം അദ്ദേഹം ഇപ്പോൾ നിലവിൽ MLA ആണ്, മന്ത്രിയാണ്, പോരാത്തതിന് ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റാണ്. 2 മാസമായി പാർട്ടി ഭരണത്തിൽ കയറിയിട്ട് ഇന്നേ വരെ KPCC സ്ഥിരമായിട്ട് അംഗത്തെ കൊടുത്തിട്ടില്ല. അപ്പോൾ പാർട്ട് ടൈം അല്ലാണ്ട് ഒരു സ്ഥിരമായിട്ടൊരു അംഗത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വിഷയങ്ങളൊക്കെയാണ് പരസ്യമായി രംഗത്തോട് പറയേണ്ടതും അതേപോലെ ഈ ICC-യുമായി മുമ്പോട്ട് വെക്കേണ്ടതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനും പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ KR മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒടക്കിന്റെ പേരിൽ മാത്രം അവസാനം പിടിച്ചെടുത്തു എന്ന് വേണ്ട മനസ്സിലാക്കാനായിട്ട്, അല്ലാണ്ട് ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുന്നതല്ല. ഫൗസ് പറഞ്ഞ പഴയ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം സ്പീക്കറായിരുന്നു കഴിഞ്ഞപ്പോൾ കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഉണ്ടാക്കാത്ത ഇടങ്ങേറില്ല. അപ്പോൾ ഈ ചാരായ നിരോധനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയൊക്കെ ഭരണം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ആദർശം നല്ലതാണ്, പ്രായോഗികമായ ആദർശം. നോക്കൂ, ഇപ്പോൾ മദ്യത്തിലൂടെ അല്ലാതെ കേരളത്തിന് എവിടെ നിന്നാണ് ഒരു വരുമാനം അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത്? മദ്യനയത്തിലൂടെ കേരളത്തിന് കിട്ടിയ വരുമാനം VM സുധീരൻ കൈപ്പറ്റിയിട്ടില്ലേ? VM സുധീരൻ എത്ര കാലം പെൻഷൻ കിട്ടിയത് എവിടെ നിന്നാണ്? ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഈ മദ്യനയത്തിലൂടെ രൂപീകരിച്ച് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മേടിച്ച പണം എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെൻഷൻ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അത്ര ആദർശവാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും VM സുധീരൻ എന്ന നേതാവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറുകയല്ല. അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം പറയണ്ടേ, ഈ പണം എനിക്ക് ആ പണം വേണ്ട എന്നൊന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ നികുതി ഏതൊക്കെ ഇനത്തിലാണ് നികുതി പിരിക്കുന്നത്? ലോട്ടറി രാജാക്കന്മാർ ലോട്ടറി വിറ്റ് കിട്ടുന്ന ചൂതാട്ടത്തിലൂടെ കിട്ടുന്ന പണത്തിൽ നിന്ന് സ്വരൂപിക്കപ്പെടുന്ന നികുതിയിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്ന പെൻഷൻ പണം എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ അതൊക്കെ മാറ്റിവെക്കുക. ഇല്ലെങ്കിൽ VM സുധീരൻ അത്തരത്തിൽ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? അദ്ദേഹം പെൻഷൻ മേടിക്കേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യാട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന MLA-മാരൊക്കെ ഇപ്പോഴും പെൻഷൻ മേടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ VM സുധീരൻ ആ പെൻഷൻ മേടിക്കുന്നുണ്ട് തീർച്ചയായും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നം തന്നെയല്ലേ? ഇപ്പോൾ മദ്യത്തിലൂടെ കിട്ടുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു അംശം, അല്ലാതെ ഈ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ എവിടെ നിന്നാണ് പണം? വേറെ എവിടെ നിന്നാണ് ഈ പണം? അപ്പോൾ അങ്ങനെയുള്ള പണത്തിൽ നിന്നുള്ളൊരു വിഹിതം എനിക്ക് ആവശ്യമില്ല, ഈ പാപക്കറയുടെ ഫലം ഞാൻ പറ്റുന്നില്ല എന്ന് VM സുധീരൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആദർശം പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇവിടുത്തെ നിത്യനിദാന ചിലവുകൾ കൊടുക്കണം. ശമ്പളത്തിനും പെൻഷനുമായിട്ടാണ് കേരളം ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പണമൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ തലവേദന തന്നെയാണ്. ഏത് വിധേനയും പണം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഭാഗങ്ങളിലെല്ലാം വിട്ടുവീഴ്ച ചെയ്യാതെ ഏത് സർക്കാരാണ് മുന്നോട്ട് പോയിരിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തങ്ങൾ മുഴുവൻ പകർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റു അത് ഭരണത്തിൽ പകർത്തിയായിരുന്നേനെയല്ലോ. നെഹ്റുവിയൻ സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടാണ് ഭരണത്തിൽ വന്നത്? അപ്പോൾ ഇത് നമ്മളൊരു പാർട്ടിയും ചെറുതാക്കി സംസാരിക്കുകയല്ല. അപ്പോൾ ഭരണത്തിൽ പ്രായോഗികമായ തലത്തിൽ നടപ്പാക്കാതിരിക്കാൻ പറ്റിയ പല കാര്യങ്ങളുണ്ട്. കോൺഗ്രസ്സിന് ഭരണം കിട്ടുമ്പോൾ മാത്രം അലക്കി തേച്ച കതറ് ഇട്ടുകൊണ്ട് വടിവത്ത ഭാഷയിൽ സംസാരിക്കാൻ ആദർശം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ VM സുധീരൻ വളരെ സന്തോഷവാനായിരുന്നു, ആനന്ദചിത്തനായിരുന്നു. ഒരു ആരോപണം പോലും അദ്ദേഹം ഈ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ചിട്ടില്ല. ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ ഈ 10 വർഷക്കാലം VM സുധീരൻ ആദർശം എന്ന പുതപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി, അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ചെയ്ത എല്ലാ കാര്യങ്ങളും VM സുധീരൻ്റെ ആദർശവുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും പ്രതികരണങ്ങളെയും നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നല്ല, പിണറായി വിജയനിൽ നിന്നോ അല്ലെങ്കിൽ 35 പ്രതിപക്ഷ MLA-മാരിൽ നിന്നല്ല, VM സുധീരൻ അടക്കമുള്ള സ്വന്തം പാർട്ടിയിലെ നേതാക്കളിൽ നിന്നാണ് എന്നാണ് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.